ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈബിള് വായിച്ചിട്ട് ബൈബിളിൻ്റെ ആ ഒരു ശക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിൽ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് അതിനൊക്കെ കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ബൈബിള്. ഇതെനിക്ക് കുർബാന കൊള്ളപ്പാടിന് ഒന്ന് കിട്ടിയതാണ്. അപ്പോൾ പുറം ഭാഗമൊന്നും അത്ര വൃത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്ര പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നു. അന്നൊന്നും അത്രയ്ക്കും പ്രാർത്ഥന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്നും അത്രയ്ക്കും വൃത്തിയിൽ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല. എങ്കിലും ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോഴും ഫ്രഷാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ബൈബിളിന് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, പഴയ നിയമം പുതിയ നിയമം. അപ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും ഫസ്റ്റ് അധ്യായം ഉൽപ്പത്തി, ഇംഗ്ലീഷിൽ ജെനിസിസ്. അപ്പോൾ ഉൽപ്പത്തിയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ഭൂമി ഉണ്ടാക്കണത് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നു വേർതിരിച്ചു. വെളിച്ചത്തിനു പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസത്തെ കാര്യമാണ് ഇപ്പോൾ ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഈ പ്രപഞ്ചം ഉണ്ടാക്കണതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഡേ 1 ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അന്ന് വെളിച്ചമൊന്നുമില്ല, ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാവട്ടെ. അപ്പോൾ വെളിച്ചം ഉണ്ടായി. എന്നിട്ട് വെളിച്ചം നല്ലതാണെന്ന് ആൾക്ക് തോന്നി. അപ്പോൾ വെളിച്ചത്തെ ആള് ഇരുളിൽ നിന്ന് മാറ്റി, എന്നുവെച്ചാൽ ഒരു സൈഡിലേക്ക് ആക്കി വെളിച്ചത്തിനെ. അപ്പോൾ വെളിച്ചത്തിനെ പകലെന്നും ഇരുട്ടിനെ രാത്രി എന്നും ആൾക്ക് തോന്നി. നല്ലതായി, ഓക്കെ, ഗുഡ്. അത് അന്ന് 1-ാം ദിവസം അത്ര ഉണ്ടാക്കിയുള്ളൂ. ഇനി 2-ാമത്തെ ദിവസം. അപ്പോൾ ഭൂമി രൂപരഹിതമൊക്കെ ആട്ടാ, അത് പ്രത്യേകിച്ച് ഷേപ്പ് കാര്യങ്ങളൊന്നും അതിലൊന്നുമില്ല, ശൂന്യമായിരുന്നു. ഭൂമിയിലൊന്നുമില്ല, ജസ്റ്റ് ആകാശവും ഭൂമി ഉണ്ടാക്കി. പിന്നെ ആള് വെളിച്ചം ഉണ്ടാക്കി, അങ്ങനെ. അപ്പോൾ 1-ാം ദിവസം അങ്ങനെ കഴിഞ്ഞു. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിതാനം ഉണ്ടാകട്ടെ. അതു ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിതാനമുണ്ടാക്കുകയും അതിനു താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നു വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിതാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 2-ാം ദിവസം. ഇപ്പം 2-ാം ദിവസമായി. അപ്പോൾ 2-ാം ദിവസം തിരിച്ചു ചെയ്തേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെളിച്ചവും സൃഷ്ടിച്ചു. അപ്പോൾ പിന്നെ ആള് അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി. വെള്ളം ഫുള്ള് വെള്ളമായിരുന്നു, ഭൂമിയും വെള്ളം മാത്രമേ. അപ്പോൾ ആള് ആ ഒരു വോയിഡ് അങ്ങോട്ട് ഉണ്ടാക്കുക, ഒരു അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടായി, ഒരു വിധാനം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഒരു ആകാശത്തിനെയും ഭൂമിയും ആള് വേർതിരിച്ചു. അപ്പോൾ ആകാശത്തിന് മുകളിലും വെള്ളം, ഭൂമിയിലും വെള്ളം, അതിന് താഴെയും വെള്ളം. അപ്പോൾ ഒരു പ്രത്യേകതരം രീതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഭാഗത്തിൽ നിന്നാണ് ഇതൊരു ഫ്ലാറ്റ് എർത്ത് ഒരു ബേസ്ഡ്. അപ്പോൾ ഞാൻ മുന്നേ ഫ്ലാറ്റ് എർത്ത് അപ്പൊ നമ്മൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ്, മനസ്സിലായി. ഇപ്പൊ ഇതില് പറയണ പ്രകാരം വെളിച്ചുണ്ടായി, അതിന് ഇരുളിൽ നിന്ന് മാറ്റി. അപ്പൊ ഇതൊക്കെ ഒരു ഫ്ലാറ്റ് എർത്ത് കോൺസെപ്റ്റിലാണ് ഇത് ഉണ്ടാവണേ, മനസ്സിലായി. അപ്പോൾ ഇത് മനുഷ്യന്മാർക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞ ഇത്തിരി പാടാ. പക്ഷെ ദൈവത്തിന് എന്തും സാധിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്കും കഴിവുള്ള ആളാണ്, നമ്മളെല്ലാരും ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ആ ആൾക്ക് എന്തുകൊണ്ട് ആ കോൺസെപ്റ്റ് ഉണ്ടാക്കിയുള്ളൂ, അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ കാര്യമായിട്ടാ പറയണേ, ഞാൻ മനുഷ്യന്മാരുടെ കാര്യമില്ല. ദൈവത്തിന് എന്തും അസാധ്യമാണ്. അപ്പൊ അത്ര ഇതില് പറയണ പ്രകാരമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതും പോസിബിൾ ആണ്. നിങ്ങളെ ഇത് പറ്റുന്നില്ല, ഇത് ഇമ്പോസിബിൾ ആണ്. അത് സയൻസിനും അതിനൊക്കെ ഇമ്പോസിബിൾ, ദൈവത്തിന് എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതില് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അപ്പോൾ വെള്ളമൊക്കെ ഭയങ്കര ഇല്ലാത്ത ഭയങ്കര
കുറവാണ്, അമൂല്യമാണ്, അത് ഇത്തിരിയുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അല്ല, വെള്ളമാണ് ഫുള്ളും. അപ്പോൾ ആകാശത്തിന് മുകളിലും വെള്ളം, താഴെ വെള്ളം, അതൊക്കെ പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ 2-ാം ദിവസമായിട്ടുള്ള ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയൊന്നു ഒരുമിച്ചു കൂടിയ ജലത്തിനു കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്നും അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമിയിൽ എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാതരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടു കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്നു ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. അപ്പൊ 3-ാം ദിവസം എന്തിനാ? പിന്നെ എൻ്റെ വായിക്കൽ അത്ര ഗുഡല്ല കേട്ടാ. മലയാളം ഒന്നും അത്ര വായിച്ച് എനിക്ക് ഇതില്ല, ഇംഗ്ലീഷും കിട്ടില്ല, അത് വർഗസ്. എന്നാലും അത്യാവശ്യം നമുക്ക് മനസ്സിലാവുണ്ടല്ലോ, അത് മതി. അപ്പൊ 2-ാം ദിവസം അപ്പൊ ദൈവം അരുളിച്ചയാണ്. അപ്പൊ ദൈവം ഇങ്ങനെ പറയാണ്, വാക്കിലൂടെയാണ് എല്ലാം ഉണ്ടാക്കണേ. അപ്പൊ ഇത് വേറെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം വാക്കിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാക്കണേ. ഇപ്പൊ ഭൂമി ഇവിടുന്ന് ഒരു ബിഗ് ബാങ്കിൽ നിന്ന് ഉണ്ടായേക്കണെന്ന് പറയുന്നത്, ആ ബിഗ് ബാങ്കിന് പകരം നിങ്ങൾ ഇത് ചിന്തിക്കുക, ദൈവത്തിന്റെ വാക്കിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവണം. അപ്പൊ ദൈവം പിന്നെ ഭൂമിയുടെ അടുത്ത് അവരുടെ അടുത്ത് ഇവിടെ ഒന്നുമില്ല, ദൈവം അരുളിച്ചയാണ്, ഇങ്ങനെ ഉണ്ടാവട്ടെ, എല്ലാ സസ്യങ്ങളും ഇതുകളും ഒക്കെ ഉണ്ടാവട്ടെ, വിത്തുകളും ഇത് പറഞ്ഞ ചെടികളും അതൊക്കെ അങ്ങോട്ട് മുളയ്ക്കട്ടെ. അപ്പൊ ഭൂമി തന്നെ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാവുക, അതില് ചെടികൾ ഉണ്ടാവണോ, അതുണ്ടാവണത് ഇങ്ങനെ അതിങ്ങനെ മുളച്ചു വരാണ്. ദൈവം ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷുകാർ ഇതിനെ എവല്യൂഷനാക്കി, അതിൽ നിന്നാണ് ഇങ്ങനെ ഇതും ചേർന്ന് ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ക്രിയേഷൻ. അങ്ങനെ ഭൂമി അല്ലാതെ കര പ്രത്യക്ഷപ്പെടുക, വെള്ളത്തിന് മുകളിലുള്ളത് ആകാശത്തുള്ള വെള്ളം അതവിടെ, അതിന്റെ മുകളിലേക്കുള്ള വെള്ളം അതവിടെ, അതവിടെ നിൽക്കട്ടെ. താഴത്തുള്ള വെള്ളത്തിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. വെള്ളമില്ലാത്ത സ്ഥലത്തിനെ കരയും, വെള്ളം കൂടിയ സ്ഥലത്തിനെ കടലും, അങ്ങനെ ആയിട്ട് ഇത് ചെയ്തു. അപ്പൊ 3-ാമത്തെ ദിവസം കഴിഞ്ഞു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അന്ന് നല്ലതെന്നു ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. അപ്പൊ 4-ാം ദിവസം എന്നിട്ടാ ഇരുളിനെയും പകലിനെയും വേർതിരിച്ചു. 2 മഹാദീപങ്ങൾ, ഒന്ന് സൂര്യൻ ഒന്ന് ചന്ദ്രൻ. സൂര്യൻ ഇത്തിരി വലുത് പകലിനെ നയിക്കാൻ എന്ന് വെച്ചാൽ നയിക്കാൻ എന്ന് പറഞ്ഞാൽ എന്തിട്ടാ, പകലും കൊണ്ടുപോവാണ്, പകലിനെ കൊണ്ടുപോവാ. അപ്പൊ മോശ ഇവരെ കൊണ്ടുപോയി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി, ഇസ്രായേലിനെ. അപ്പൊ അത് മോശയാണ് അവരെ നയിച്ചത്. നയിക്കുക എന്ന് പറഞ്ഞാൽ അതും കൊണ്ടുപോവാ. അപ്പൊ പകലിനെ നയിക്കുക പറഞ്ഞാൽ പകലും കൊണ്ടുപോവാണ്, മനസ്സിലായി? അപ്പൊ പകലിനെ നയിക്കാൻ വലുത് എന്ന് വെച്ചാൽ സൂര്യനെ പറയണത്. അപ്പൊ സൂര്യൻ ഇങ്ങനെ പകലും കൊണ്ടുപോവാ. അത് ഫ്ലാറ്റർ കോൺസെപ്റ്റില് കറക്റ്റാണ്. സൂര്യനാണ് ഇങ്ങനെ പോണത്, ഇതിന് മുകളിൽ ചുറ്റണം. ഇരുട്ടിനെ നയിക്കാൻ ചന്ദ്രന്. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ അതൊക്കെ ഒരു കണ്ട അവ ഋതുക്കളായി ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. അപ്പൊ ഇപ്പൊ ആകാശം നോക്കിയ ആൾക്കാർ ഇങ്ങനെ പറയില്ല, അതൊരു ആകാശം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളും ഈ സൂര്യൻ അതൊക്കെ മൂവ്മെന്റ് വെച്ചിട്ട് അതൊരു ഡേറ്റ് പറയാനും അതൊക്കെ ഇതിനെ സഹായിക്കും, മനസ്സിലായി?
അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയ അതാണ് പണ്ടത്തെ മായൻ കലണ്ടർ. ആ വക കലണ്ടർ ഉണ്ടാകുന്നത് ഒരു കലണ്ടറാണ്. ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും ഇതൊക്കെ ഒരു കലണ്ടർ പോലെയാണ്. അത് അതുപോലെ വർക്ക് ചെയ്യുന്നത്. അതിൽ വേറൊരു കോൺസെപ്റ്റ് ഇല്ല. ഇതിൽ ഈ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ പിശാശി വന്ന് പറഞ്ഞ കള്ളം പോലത്തെ മനുഷ്യന്മാരുണ്ടാക്കുന്ന കള്ളം. മനസ്സിലായി? അത് നിങ്ങൾ വെറുതെ ഭൂമി അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് സ്പേസ്, അതിന്റെ അപ്പുറത്തേക്ക് ഗാലക്സി, അതിന്റെ അപ്പുറത്തേക്ക് സോളാർ സിസ്റ്റം, അതിന്റെ അപ്പുറത്ത് അല്ല, ഈ സൂര്യൻ ഇവിടെ തൊട്ടടുത്ത്, ചന്ദ്രൻ, അതൊക്കെ അത്ഭുതങ്ങളാണ് ദൈവത്തിന്റെ വിധാനങ്ങളാൾ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇവിടെ ദീപങ്ങൾ സ്ഥാപിച്ചേക്കണം. നമ്മളെ ഇവര് പറ്റിക്കാണ്. മനസ്സിലായ? നിങ്ങളത് എന്തെങ്കിലും ആവട്ടെ, നിങ്ങളെ പിന്നീട് ഞാൻ പറഞ്ഞു വരും. പിന്നെ ഞാൻ പ്രൂവ് ചെയ്തൊക്കെ കാട്ടിത്തരാം. എൻ്റെ ഞാൻ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ടുള്ളത്. മനസ്സിലായി? ഒരു ഇല്യൂഷനാണ് നമ്മള്. ഇതൊരു ഇല്യൂഷനാക്കി അവർ തീർക്കുക. എന്നിട്ടാ നമ്മളെ കൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ ബ്രെയിനിനെ ചെറുപ്പം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. മനസ്സിലായേ? ഇതങ്ങനെയാണ് സോളാർ സിസ്റ്റം, അത്ര ഇതാ. നമ്മളാരും പോയി നോക്കണുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും ബേസിക് നോളജ് വെച്ച് നമ്മ ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഇതറിയാൻ പറ്റി. ഈ സൂര്യന് ചന്ദ്രൻ ഇവിടെ തൊട്ടടുത്തുള്ള സംഗതിയാണ്. പോട്ടെ, അതെന്തേലും ആവട്ടെ, അതല്ലല്ലോ നമ്മുടെ കാര്യം. ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ, പക്ഷികൾ ഭൂമിക്കു മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരമായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്നു ചലിക്കുന്ന സകലവിധ ജീവജാലങ്ങളെയും എല്ലാ തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ അങ്ങനെ അനുഗ്രഹിച്ചു. സമൃദ്ധിയായി പെരുക്കി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുക്കട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. അപ്പൊ 5-ാം ദിവസം എന്ത് ചെയ്തു? വെള്ളത്തിനടുത്ത് വെള്ളത്തില് എല്ലാതരം ജീവജാലങ്ങൾ ഇതുകളൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ വെള്ളത്തില് തന്നെ മീനുകളും അതുകളും ഇതുകളും ഒക്കെ ഉണ്ടാവാം. മനസ്സിലായ? മനുഷ്യനെ അത് എവല്യൂഷനാക്കി. അതും ഇതും ഒക്കെ കൂടി ചേർന്ന് എന്തൊക്കെയുണ്ട്. അങ്ങനെ മീനുകൾക്ക് അതിൻ്റെ സ്ഥലം കൊടുത്തു, വെള്ളം. അതുപോലെ തന്നെ പക്ഷികൾക്ക് അതിൻ്റെ സ്ഥലം കൊടുത്തു, ഭൂമി. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയാം, അവര് സമൃദ്ധിയോടെ പെരുക്കട്ടെ. ഇങ്ങനെ പ്രസവിച്ച് എന്തോരം വേണം ഉണ്ടാക്കിക്കോ. അപ്പൊ വെച്ചാൽ അവരെ ആര് നോക്കും? അതൊക്കെ ഇതിന്റെ വേറെ ഭാഗത്ത്. ഇപ്പൊ ഞാൻ അത് പറഞ്ഞു, ഇത് ഭയങ്കര ക്രോസ് റെഫറൻസ് ഉള്ള ഒരു പുസ്തകമാണ്. ഇവിടെ ഈ പറയണത് വേറൊരു സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കിളികളെ പറ്റിയൊക്കെ പറയുന്നത് എന്താ? അവറ്റിങ്ങനെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ഒന്നുമില്ല. എങ്കിലും പിതാവായ ദൈവം അവരെ ഊട്ടുന്നു. അപ്പൊ അവർക്കൊന്നും ഒരു ഇതില്ല, ഒരു ഗവൺമെന്റ് ഇതൊന്നുമില്ല. നീ ഒരാൾക്ക് ഇത്ര പിള്ളേര്, അങ്ങനെയല്ല, എന്തോരം വേണമെങ്കിലും പെരുക്കട്ടെ. അതാണ് ദൈവം പറഞ്ഞത്. അവരത് അവരുടെ സൃഷ്ടികർമ്മ അതവര് നടപ്പിലാക്കുന്നുണ്ട്. മനസ്സിലായ? ചെടികളും മൃഗങ്ങളും എല്ലാം ദൈവം പറയുന്നത് അനുസരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ നമ്മൾക്ക് മാത്രമാണ് ഒരു ഫ്രീ വില്ല് തന്നേക്കണേ. മനസ്സിലായ? നമ്മള് ഇതുപോലെ എവല്യൂഷന് കുരങ്ങിനീന്ന് ഉണ്ടായതല്ല. അതൊന്ന് ചിന്തിക്കുക. അതും ഇതില് അടുത്ത ഭാഗം അത് മനുഷ്യനുണ്ടാക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ 5-ാം ദിവസം കഴിഞ്ഞു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമിയിൽ എല്ലാതര ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്നു അവിടുന്ന് കണ്ടു. ഒരു ദിവസം കഴിഞ്ഞു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ചായലും ഇപ്പൊ അതിന് മുന്നേ ദിവസം ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും അവരൊക്കെ ഉണ്ടാക്കി. അതും എവല്യൂഷൻ നമ്മൾ പറയണത്. ഓക്കെ, ഇതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടാവണതാട്ടാ. അപ്പോ ഭൂമിയും ഇതൊക്കെ അനുസരിക്കുന്നു. അവരനുസരിച്ച് അതങ്ങനെ ഫോം ചെയ്യാം. മനസ്സിലായ? ആകോട്ടെ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം അരുൾ ചെയ്തു, അങ്ങനെ നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ടൈമായി. ഇപ്പൊ പറയാണ്, നമുക്ക് ഇനി മനുഷ്യനെ അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പൊ ആരാണ് ഇപ്പൊ ആരുടെ അടുത്ത് ഈ പറയണ? ദൈവം ഈ ഭൂമിയുടെ അടുത്ത് അല്ല. അപ്പൊ ദൈവത്തിന്റെ കൂടെ അപ്പൊ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായി? അപ്പൊ അതൊക്കെ നമുക്ക് അറിയാത്ത കോൺസെപ്റ്റ്. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് ദൈവത്തിന്റെ.
ആളപ്പത് ഇങ്ങനെ ഒരു സൂചനകൾ തരാം. അപ്പൊ അതിലപ്പുറം എന്തോ ഉണ്ട്, മനസ്സിലായ? ഈ ഭൂമി ഇതിലേക്ക് അപ്പുറം എന്തൊക്കെയോ ഉണ്ട്. ഇത് ആള് ഉണ്ടാക്കുന്നത്, ഇത് ഒരാളുടെ ക്രിയേഷൻ മാത്രം. അതിനപ്പുറം വേറെ, അപ്പൊ ദൈവത്തിന്റെ കൂടെയുള്ള വേറെ ആൾക്കാർ, അതൊക്കെ വേറെ കഥകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നമ്മൾക്ക് നമ്മുടെ തലയിൽ കോൺസെപ്റ്റിന്റെ എടുത്തേക്ക് പോലെ എത്താൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു വേറൊരു ഭാഗം, അതവിടെ നിൽക്കട്ടെ. നമുക്ക് കടന്ന് ചിന്തിക്കണ്ട, നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടാൽ മതി. ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അവർക്ക് കടലിന്റെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമിയിൽ മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിക്കുക, ദൈവം ആദ്യം ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും നമ്മളുണ്ടാക്കി. അപ്പൊ നമ്മളെ ആളുടെ പോലെ തന്നെ ഒരു ചായയിൽ ഒരു സാദൃശ്യത്തിൽ ആളുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്, അത് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പാപം ചെയ്യാനുള്ളതല്ല, ഫ്രീ വില്ല്. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോ അങ്ങനെ സൃഷ്ടിച്ചു. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുന്ന നമ്മൾക്കൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഒരു മേരി, അതൊക്കെ നമ്മളെ ഈ പിശാശി വന്ന് ഈ പിടിക്കണതാണ്. പിശാശി വന്ന് നമ്മുടെ മൈൻഡിനെ ഇതാക്കണതാണ്, മനസ്സിലായി? അത് നമ്മുടെ ഉള്ളിൽ ദൈവമില്ലാത്ത കാരണമാണ് അത് അതിന്റെ പ്രശ്നം. പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുക്കുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവജാലങ്ങളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകട്ടെ. ദൈവം അരുൾ ചെയ്തു. ഭൂമുഖത്തുള്ള ധാന്യം വിള ചെയ്യുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴം കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അപ്പൊ 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കണേ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അതിലുള്ള എല്ലാ മൃഗങ്ങളുടെയും അതിന്റെ ഇതിലെ മേലൊക്കെ നമുക്ക് ആധിപത്യം തരാം. അപ്പൊ നമുക്കൊരു പ്രത്യേക തരം ഒരു ശക്തി തന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആളെ പോലെ ഇരിക്കുന്ന ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യരെ നമുക്ക് ഉണ്ടാക്കി ദൈവം, മനസ്സിലായ? എന്നിട്ട് അത് പെരുക്കാനേ പറയണേ, ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ പെരുക്കി. അപ്പൊ പണ്ടൊക്കെ നമ്മുടെ പാപ്പന്മാരെ അമ്മമാരെയൊക്കെ ഒരാൾക്ക് 10, 15 ഒരു 8 പിള്ളേര്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കണക്ക്. അപ്പൊ പിന്നീട് ഇപ്പൊ ഗവൺമെന്റ് ഒരാൾക്ക് 2 പിള്ളേർ, 3 പിള്ളേർ, അതൊക്കെ ദൈവത്തിന്റെ ഇതിനെ അവര് ബ്ലോക്ക് ചെയ്യണതാണ്. പറയുന്നത് ഭൂമി ഇപ്പൊ തീരുന്നാണ്. സ്ഥലം ഇപ്പം നമ്മൾ ഇങ്ങനെയാവും. നമുക്ക് അപ്പോഴേക്കും വേറെ പ്ലാനറ്റിക്ക് വേറെ കണ്ടുപിടിച്ച് പോകണം. അതുകൊണ്ട് നമ്മളിപ്പോ പതുക്കെ പോകണം. അതാണ് ഫ്യൂച്ചറിന് നല്ലത് കേട്ടാ. എന്നിട്ടാണ് ഫുള്ള് വേസ്റ്റ് ഇട്ട് നശിപ്പിക്കുക, മരം വെട്ടിക്കളയുക, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ മനുഷ്യർ തന്നെ ചെയ്യും. എന്നിട്ട് ഈ വക ഡയലോഗും പോട്ടെ. 6-ാം ദിവസമായി. ഇതിൽ പക്ഷെ കറക്റ്റ് ഉണ്ടാക്കണത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ഉണ്ടാക്കണ സൃഷ്ടിക്കണ ഒരു ഇതുണ്ട്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കണത്. അതൊക്കെ ഒരു വേറെ ഭാഗത്ത്, അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പൊ 6-ാമത്തെ ദിവസമായിട്ടുള്ള അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി എല്ലാം 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നു വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയായി തന്റെ പ്രവൃത്തികളിൽ നിന്നു വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി. അതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. അപ്പൊ ഉൽപ്പത്തി ചരിത്രത്തില് ഈ ഭൂമി ഉണ്ടാക്കണതും മനുഷ്യന്മാരെ അതിന്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ആളിങ്ങനെ പറയാം. അപ്പൊ ഇതാണ്, ഈ രീതിയിലാണ് ദൈവം ഇത് ഉണ്ടാക്കിയേക്കണേ, മനസ്സിലായോ? പിന്നെ അങ്ങോട്ട് വരുന്ന കോൺസെപ്റ്റ് അത് മനുഷ്യന്മാര് പറയണത് ഒരു നുണ.
അപ്പൊ അന്ന് പാമ്പായിട്ട് വന്നു, ഇന്ന് മനുഷ്യരായിട്ട് വന്നു. അപ്പൊ അത്രയ്ക്കുള്ള വ്യത്യാസം. അപ്പൊ അതായത് അവരിങ്ങനെ ഓരോ കളത്തിലും ഇപ്പൊ ഫസ്റ്റ് ഭാഗം, ഇനിയിപ്പോ അത് ഏദൻ തോട്ടം, അതാണ് അടുത്തത് വരുന്നത്. ഏദൻ തോട്ടത്തിന്റെ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോ വളരെ വലുതാവും വീഡിയോ. അപ്പോൾ ഏദൻ തോട്ടത്തിന്റെ കാര്യത്തിൽ അതിലാണ് ഈ മനുഷ്യനെ നിർമ്മിക്കണ കറക്റ്റ് ഇത് പറയുന്നത്. ഫസ്റ്റ് മനുഷ്യൻ ആദത്തിന് ഉണ്ടാക്കണ കാര്യം. അപ്പൊ ആദത്തിനെ അത് ഞാൻ വായിച്ചിട്ട് പറഞ്ഞില്ലേ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ ആദത്തിന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ദൈവം മണ്ണിലോടെയാണ് ഉണ്ടാക്കണത്. മണ്ണുകൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി ആളുടെ ചായലും സാദൃശ്യത്തില്. അത് കഴിഞ്ഞിട്ട് നാസികയില് ഊതി, അപ്പോഴാണ് ജീവൻ വന്നത് മനുഷ്യന്. അപ്പൊ അങ്ങനെയാണ് ആദം ഉണ്ടായത്. അപ്പൊ ആദത്തിന് ഉണ്ടാക്കി അതിന് ഈ മൃഗങ്ങളിൽ ഇതിന്റെ എല്ലാത്തിനും മേൽ ആധിപത്യം എല്ലാം കൊടുക്കും. എല്ലാം കൊടുത്ത് ഇതൊക്കെ കഴിയുമ്പോൾ ദൈവത്തിന് ഒന്നും അല്ലെങ്കിൽ വേണ്ട, അവിടെ ഒറ്റയ്ക്കായിരിക്കുന്നത് അവന് ദൈവത്തിന് ഇത്തിരി വിഷമായിട്ട് തോന്നിയെന്ന് അവനൊരു കൂട്ടു കൊടുക്കാം. അപ്പോൾ ദൈവം ആദത്തിനെ ഒരു ദീർഘമായ ഒരു ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വിട്ടു. ആളങ്ങോട്ട് അനസ്തേഷ്യ കൊടുത്ത് അങ്ങോട്ട് ഉറക്കി. എന്നിട്ട് ആളുടെ വാരിയലിൽ നിന്ന് ഒരു എല്ലെടുത്തിട്ട് അതിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. അപ്പൊ സ്ത്രീനെ ഉണ്ടാക്കണത് ആണിന് വേണ്ടിയിട്ട്, ആണിന് കൂട്ടായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഇപ്പൊ പെണ്ണിനൊക്കെ ഇവര് പൊന്തിച്ചു പോകണം പുറമെ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അധികാര ഇതുകളൊന്നും ഇല്ല, മനസ്സിലായി? ആ വക ബോധ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ആണിന് കൂട്ടായിട്ട് വേണ്ടി ഉണ്ടാക്കിയിരുന്നതാ. അതൊന്നും ഇപ്പോഴത്തെ ജനത്തിന്റെ അടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങൾ നോക്കിയാൽ ആണുങ്ങളാണ് എല്ലാ ഒരു മുൻപന്തിയിൽ നിൽക്കുക. അപ്പൊ പെണ്ണുങ്ങളെ ആവശ്യമില്ല എന്നല്ല, പെണ്ണിനെ ആണിന്റെ ഒരു കൂട്ടായിട്ട് കൊടുത്തേക്കണതാണ്. അപ്പൊ പെണ്ണിന്റെ സ്നേഹം ദൈവത്തിനോട് എത്രത്തോളം അടുക്കണോ അത്രയും നല്ലൊരു ചെക്കനെ ദൈവം ആ പെണ്ണിനെ കൊടുക്കും, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പെണ്ണിന് അതുപോലെതായ ക്വാളിറ്റികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണിനും കുറെ ക്വാളിറ്റി ദൈവം ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്, പെണ്ണിനും കുറെ ക്വാളിറ്റികൾ ഉദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അതനുസരിക്കാതെ വരുമ്പോൾ പിശാച് വന്ന് പിടിക്കും. അതാണ് ഈ ബൈബിളിന്റെ മെയിൻ ഉള്ളടക്കം. അപ്പോൾ അങ്ങനെ പിശാചൊക്കെ പിടിച്ച് ആകെ നാശാവുമ്പോൾ ആണ് ആളതിനെ ഒന്ന് ഫ്ലഷ് അടിച്ച് എല്ലാത്തിനെയും കളയും. അപ്പോൾ അതാണ് ഈ നോഹേരെ പേടകം. നോഹേരെയും കുടുംബത്തിനും രക്ഷിക്കും. പിന്നെ അവിടെ നിന്നാണ് ബാക്കി തലമുറ വരണം. അപ്പൊ അതിനും ആ നോഹേരെ പേടകം ഇതൊക്കെ ഉണ്ടാക്കണേക്കാട്ടും മുന്നേ ഭാഗത്ത് അവരൊക്കെ വളരെ ക്രൂരമായ മനുഷ്യർ. അപ്പോൾ പിശാച് വന്ന് പിടിച്ചിട്ട് ഇവരെ അങ്ങോട്ട് ഒരു ആകെ പാപങ്ങള്. ഇപ്പൊ ദൈവത്തിന് ആകെ വിഷമായിട്ടാണ് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് ഫ്ലഷ് അടിച്ചു കളഞ്ഞു. അപ്പൊ എല്ലാരെയും അങ്ങോട്ട് നശിപ്പിച്ചു, കൊന്നു കളഞ്ഞു. അപ്പൊ അന്ന് വെള്ളം വരുത്തി ഇത് ഫുള്ള് അന്ന് വെള്ളം വരുത്തുന്നത് മുകളിലത്തെ ഈ ആകാശ ജനാല. അപ്പൊ ആകാശത്തിന് മുകളിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു. ആ മുകളിൽ ആ ജനാല തുറന്നിട്ട് വെള്ളം ഒഴിച്ചു. അപ്പൊ ലോകത്തിലുള്ള എല്ലാ ഏറ്റവും വലിയ മലയെക്കാട്ടും 7 കോടി മുകളിൽ വെള്ളം, അത്ര ഹൈറ്റില് വെള്ളം ഉണ്ട്, അങ്ങനെയൊക്കെ പറയണേ. അതാണ് ഈ ബൈബിളിൽ എഴുതിയത്. അപ്പോൾ അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് മീനിന്റെ ഫോസിൽ കിട്ടി. അതുപോലെ ഡെസേർട്ടില് വെയിലിന്റെ ഇത്, അതൊക്കെ എന്നിട്ട് പക്ഷെ സയന്റിസ്റ്റുകൾ ചിന്തിക്കുക ഇതൊക്കെ എങ്ങനെയാണെന്ന്. ഇതാണ് ഇതിന്റെ കാരണം. പക്ഷെ അവര് ദൈവമാണെന്ന് സമ്മതിച്ചില്ല. പാട്ടെ എന്തിനാവട്ടെ, അത് ഒരു പൈസക്ക് വേണ്ടിയിട്ടാണ് അവർ, പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോ അങ്ങനെ. ദൈവമൊന്നുമില്ല. ഇപ്പോൾ ഈ മൂൺ ലാൻഡിങ് അതൊക്കെ ഫേക്കഡാ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നോക്കിയാൽ അറിയാം, മൂൺ ലാൻഡിങ് ഒക്കെ ഫേക്കഡ്. പക്ഷെ എന്നാലും പൈസക്ക് വേണ്ടിയിട്ട് കോൾഡ് വാർ ടൈമിൽ നമ്മുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവര് തന്നെ ഇറക്കി. അവര് തന്നെ അവരുടെ ഡോമിനേഷൻ കാണിച്ചു. അവര് മൂണിൽ പോയി ലാൻഡ് ചെയ്ത് അവരുടെ പവർ. എന്തിനീ കള്ളത്തരം. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് ചോദിച്ചാൽ ആരാ ഫസ്റ്റ് കാല് കുത്തിയ നീൽ ആംസ്ട്രോങ്. എന്തിനീ കള്ളത്തരം വേണ്ടി ബീനി ഒരു പൊട്ടന്മാരായിട്ട് വളരാനില്ല. അത് പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കലില്ല. പിന്നീട് അവരതിനെ വേറെ എന്തെങ്കിലും ചെയ്യും. ഇപ്പോഴത്തെ ആ വീഡിയോ നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് കാല് കുത്തണമെന്ന് മൂന്നിന്ന് ആ വീഡിയോ എടുക്കണേ. ഏത് തരം മണ്ടത്തരാ. അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചു. അതൊക്കെ കുറെ പൊട്ടത്തരാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ഉറക്കി കെടുത്തി മനുഷ്യന്റെ ഒരു വാരിയലിൽ നിന്നാണ് സ്ത്രീനെ ഉണ്ടാക്കണം. അപ്പൊ മനുഷ്യന്റെ ദൈവത്തിന്റെ റിയൽ ഫോം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളില്, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു എല്ല് എടുത്തിട്ടാണ് ഒരു പെണ്ണിനുണ്ടായില്ല. ആ എല്ല് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ റിയൽ ഫോമാണ്. മനസ്സിലായി? അത്രയ്ക്കും മൈന്യൂട്ട് വ്യത്യാസമുള്ളൂ നമ്മളും ദൈവത്തിന്റെ ആ ഒരു ഇതിൽ. പക്ഷെ അത്രത്തോളം സ്നേഹത്തിലാണ് ഉണ്ടാക്കി. ആളുടെ പോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ മനുഷ്യന്മാര് പണ്ടത്തൊക്കെ മനുഷ്യർ പറഞ്ഞത് ഇപ്പോൾ ഇത്തിരി എക്സ്ട്രാ ഓർഡിനറി, ഇത്ര ടാലന്റ് ആയാൽ പറയും അവനൊരു എല്ല് കൂടുതലാണ്.
മനസ്സിലായി. അപ്പൊ അവനെ ദൈവത്തിന്റെ അത്രയ്ക്കും പവർ കൊടുക്കണം. അപ്പൊ മനുഷ്യന്മാര് തന്നെ മനുഷ്യന്മാര് ദൈവങ്ങളായിട്ട് കണ്ടു. അപ്പൊ പലരും പലരുടെ സ്കില്ലുകളും അപ്പൊ ദൈവത്തിന് എല്ലാ മൃഗങ്ങളും ഇതിനൊക്കെ മേലാധിപത്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞതനുസരിക്കുന്നത് ഒരുവിധം നല്ല അനുസരണ ഇത് ആയി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഈ വക സ്കില്ലുകൾ കിട്ടും. എന്താ വെച്ചാൽ അവര് ദൈവമാവണില്ല. അപ്പൊ പിശാചിനെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് അതുകൊണ്ടാവും. പിശാചിന് കുറെ ശക്തി കൊടുത്തു. അപ്പൊ അവന് തോന്നി അവൻ ദൈവത്തിന്റെ പോലെ തന്നെ വലുതാണ്. അപ്പൊ ചവിട്ടി പുറത്താക്കി. മനസ്സിലായ? ഈ ചവിട്ടി പുറത്താക്കി ഇങ്ങോട്ട് ഭൂമിയിലാണ് അവൻ വന്ന് വീണാങ്ങൾ. അപ്പൊ അതിനും വേറെ കുറെ പ്രൂഫുകൾ കാര്യം അതൊക്കെ വളരെ രസകരമായ ഈ ഭാഗങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ദൈവത്തിന്റെ പവറായിട്ട് അപ്പൊ മനുഷ്യന്മാര് തന്നെ ദൈവങ്ങളായിട്ട് തോന്നാം. ഇത്തിരി ദൈവം തന്ന കുറച്ച് അനുഗ്രഹങ്ങൾ അങ്ങോട്ട് എടുത്തിട്ട് അത് അവര് കിട്ടുമ്പോൾ അവര് ദൈവികമായി ഫീൽ ആവണം. അവര് ദൈവമാണെന്ന് തോന്നാം. അതും മണ്ടത്തെ. അപ്പൊ നമ്മള് വളരെ വലിയവരാണ് ഇതാണെന്നൊന്നും ചെയ്യല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മള് വെറും ആളുടെ മക്കള്. നമ്മൾ ആളനുസരിച്ച് ഇങ്ങനെ ജീവിക്കുക. ആളുടെ ശക്തിക്ക് നമ്മൾ ഒന്നുമല്ല. അപ്പൊ നമ്മള് ആളനുസരിച്ച് ജീവിക്കുക, നന്മയിൽ ജീവിക്കുക. എന്നാൽ മാത്രമേ ഈ ലോകം നന്നായി പോകുള്ളൂ. ഇപ്പോഴൊക്കെ നശിച്ചു പോയി. ഇപ്പൊക്കെ അവസാന ടൈം ആയത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മള് ഇനി നല്ല രീതിയിലേക്ക് ജീവിച്ച് ഇങ്ങനെ കുമ്പസാരിച്ച് ഇപ്പൊ ഇങ്ങനെ ബാഡൊക്കെ ആയി നോഹര കാലഘട്ടം കഴിഞ്ഞു. അതും കഴിഞ്ഞ് പിന്നീടും ദൈവം വിചാരിച്ച അവിടെ നിന്ന് അങ്ങോട്ട് നന്മ വീണ്ടും വരും. അല്ല, വീണ്ടും പിശാചി തന്നെ തൊഴിലും കിട്ടും. വീണ്ടും പിശാചി കാരണം ഇങ്ങനെ വന്ന് ശല്യം ചെയ്ത് പാപത്തിലോട്ട് വീണ്ടും ആൾക്കാർ പോയിപ്പോ പിന്നെ അപ്പൊ മനസ്സിലായി. അന്ന് വലിയ ക്ലൂകളും കാര്യങ്ങളും. അപ്പൊ മനുഷ്യന്മാര് സ്വയം ഓരോ ദൈവങ്ങളെ അപ്പൊ ഓരോ മതങ്ങൾ ഇങ്ങനെ പൊട്ടി മുളക്കുകയാണ്. ഇങ്ങനെ അതില് ഈജിപ്തുകാരൊക്കെ വളരെ സീനും ഇവര് അങ്ങനെ ഓരോ സാധനങ്ങൾ ഫറവോ അവരൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവരൊക്കെ സ്വയം ദൈവമായിട്ട് പറയും. ഇപ്പൊ ഈ സൂര്യന്റെ ശക്തി അവരെടുത്തിട്ട് സൂര്യദേവൻ ഇതൊക്കെ പറയാം. അപ്പൊ അതൊക്കെ ദൈവത്തിന് ആകെ ദേഷ്യം പിടിച്ചിട്ട് ദൈവത്തിന്റെ മകൻ അങ്ങോട്ട് അയക്കും. അതാണ് ഈശോ. ആ മകൻ വരണേന് ഒരു വ്യത്യസ്തതയുണ്ട്. സാധാ ദൈവങ്ങൾ ജനിക്കുന്ന പോലെ ആ ആളുടെ വരവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ നിയമം എഴുതുന്നത് ഈശോ ജനിക്കുന്നതിനെക്കാട്ട് 700 വർഷം മുന്നേ. അപ്പൊ അത്രയ്ക്കും മുന്നേ ഇതില് പറയുന്നുണ്ട് ഈശോന്റെ വരവ് ഇതൊക്കെ കുറിച്ച്. അപ്പൊ ആ ഒരാളുടെ വരവ് അത്ര വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ആളെ ഇങ്ങനെ ദൈവമാക്കുന്നത്. അതുപോലെ തന്നെ ആൾ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങൾ മറ്റു ദൈവങ്ങൾ ചെയ്ത പോലെയല്ല. എല്ലാവരും ആളും ഒരുപോലെയാണ്. ഏത് പിശാച് ഏത് പാപം ചെയ്താണ് എത്ര നല്ല എല്ലാവരും ആളും ഒരുപോലെയാണ്. അതുപോലെ തന്നെ അനേക അത്ഭുതങ്ങൾ. കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കണു, മിണ്ടാതെ ലാസറിനെ മരിച്ചു കിടക്കണ ലാസറിനെ മരണത്തിനും ഉയർപ്പിനും ഒരു ദൈവം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആള് ചെയ്തു തുടങ്ങി. അപ്പൊ മനുഷ്യന്മാർക്കൊക്കെ ആകെ പേടി ചെയ്തു തുടങ്ങി. ഇതാണ് അപ്പൊ ആ ടൈമിലുള്ള ദൈവങ്ങൾ അവർക്കൊക്കെ തോന്നി ഇവെന്തിട്ട് പറഞ്ഞ ഞാനല്ലോ ദൈവം ഇവനെ എപ്പോഴൊന്ന്. അപ്പൊ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആളുടെ ശക്തിയൊക്കെ കണ്ടിട്ട്. അപ്പൊ ആളങ്ങോട്ട് കുരിശിതറച്ച് അങ്ങോട്ട് കൊല്ലും. മനസ്സിലായ? അപ്പൊ അന്നൊക്കെ വേണമെങ്കിൽ ഈശോയ്ക്ക് പിതാവായ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞ അന്ന് എല്ലാത്തിനും അന്ന് തന്നെ നശിപ്പിച്ച് ഭൂമിയില് പരിപാടി തന്നെ ക്ലോസ് ചെയ്യായിരുന്നു. പക്ഷെ അല്ല, കുറച്ചും കൂടെ സമയം തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇപ്പൊ മരിച്ചു ഇപ്പൊ സ്വർഗത്തിൽ പോയിട്ട് ഇനിയൊരു വരവ് വരും. അതിനുള്ളിൽ നന്നാവണവർ ഇപ്പൊ അത്രയും വലിയൊരു ദൈവം വന്ന് നമ്മുടെ ഇടയിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വന്ന് ഈ ദൈവം വന്ന് മനുഷ്യനായി ജീവിച്ചു പോവാ. അപ്പൊ നമ്മൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പൊ ആൾക്ക് ഒരു ലാസ്റ്റ് ഓപ്ഷൻ തരായി. ഇതാണ് ദൈവം. ഇതിലാളുടെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് വഴിയും സത്യം ജീവനും ഞാനാണ്. എന്നോട് അല്ലാതെ ഒരാളും പിതാവിന്റെ അടുത്തെത്തില്ല. അപ്പൊ ഈ ആളെ വിശ്വസിക്കുക. ഈ ആള് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മരിച്ച ആളാണ്. അപ്പൊ അതാണ് ആ ആൾക്ക് വേണ്ടിയിട്ട് ആ ആളിൽ വിശ്വസിച്ച് നമ്മൾ സ്വർഗത്തിലെത്തും. അതാണ് ഈ ബൈബിള് പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ക്രിസ്ത്യാനി എന്നൊരു മതം എന്നായിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊരു മതമല്ല. ഒരു ഈശോനെ സ്നേഹിക്കുന്നവരും ഈശോനെ അനുസരിക്കുന്നവരും ഒരു കൂട്ടായ്മയാണ് ഈ ക്രിസ്ത്യാനി എന്നൊരു മതം എന്ന് പറയുന്നത്. അതില് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ഈ ബൈബിൾ തുറന്നു അതല്ല. അങ്ങനെയല്ല ക്രിസ്ത്യാനി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആള് പറയുന്നതനുസരിച്ച് അതുപോലെ ജീവിക്കണം. അതിൽ ഈ പൈസ ഉണ്ടാക്കൽ അതൊന്നല്ല. നിങ്ങൾ ചിന്തിക്കുന്ന അത് വളരെ തെറ്റാണ്. വളരെ തെറ്റായ രീതിയിലാണ് നിങ്ങളിപ്പോൾ ഈ ക്രിസ്തീയ മതത്തിന് മുന്നോട്ട് പോകണം. അപ്പോൾ സ്വയം മനസ്സിലാക്കണം. നമ്മ നന്നായിട്ട് സ്വർഗത്തിൽ ഈശോനെ കൂട്ടുപിടിക്കല്ല.
നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ദൈവത്തിന് അനുഗമിക്കാനാ പറയാം. അപ്പൊ ഇവർക്ക് മഴയൊക്കെ തുടങ്ങിയിട്ട് അഞ്ഞ് വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇനി അതില് ബാക്കി കാര്യങ്ങൾ അഞ്ഞ വീഡിയോ വളരെ വലുതായി പോകും. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് വരാം.